ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജു ഒബവിയസ്. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ കുലപതിയായി അറിയപ്പെടുന്ന ഷേക്സ്പിയറിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഷേക്സ്പിയർ മറ്റുള്ള ഏത് എഴുത്തുകാരേക്കാളും ബെസ്റ്റാണ് എന്ന് നോട്ട് ചെയ്തുകൊണ്ട് 5 പോയിന്റുകളാണ് സാമുവൽ ജോൺസൺ അദ്ദേഹത്തിൻ്റെ പ്രിഫേസ് ടു ഷേക്സ്പിയർ എന്ന് പറയുന്ന എസ്സേയിൽ പറയുന്നത്. അദ്ദേഹം പറയുന്ന ഈ 5 പോയിന്റുകൾ വളരെ കോഡ് ഭാഷയിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ പറയാൻ പോകുന്നത്. ഷേക്സ്പിയർ മറ്റുള്ളവരെക്കാൾ ബെസ്റ്റ് ആണെന്ന് അദ്ദേഹം പറയുന്ന ആദ്യത്തെ ഈ 5 പോയിന്റുകൾ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത് അദ്ദേഹം പറയുന്നത് ട്രൂ ഇമിറ്റേഷൻ ആണ്. നമുക്ക് പിന്നീട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രൂ ഇമിറ്റേഷൻ, അതുപോലെ തന്നെ ഷേക്സ്പിയറുടെ ക്യാരക്ടറുകൾ, അതുപോലെ തന്നെ ഷേക്സ്പിയർ പ്ലോട്ട്സ് ആൻഡ് സ്റ്റോറീസ്, അതുപോലെ ഷേക്സ്പിയറിൻ്റെ ലാംഗ്വേജ്, അതുപോലെ ഷേക്സ്പിയറിൻ്റെ ജോൺറ. ഈ 5 കാര്യങ്ങളെയാണ് സാമുവൽ ജോൺസൺ അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ പറയുന്നത് ഷേക്സ്പിയർ ആണ് മറ്റുള്ളവരെക്കാൾ ബെസ്റ്റ് എന്ന്. അപ്പോൾ ഈ 5 പ്രധാനമായി പറഞ്ഞ മെറിറ്റുകൾ നമുക്ക് കോഡ് ഭാഷയിൽ നിന്ന് പഠിക്കാം. IPC-LG, നമുക്കറിയാം IPC സെഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ IPC-LG എന്ന കോഡിലൂടെ പഠിക്കുകയാണെങ്കിൽ I എന്നുള്ളത് ട്രൂ ഇമിറ്റേഷൻ, അതിനെ സൂചിപ്പിക്കുന്നു. P എന്ന് പറയുന്നത് പ്ലോട്ടാണ്, അഥവാ പ്ലോട്ട് സ്റ്റോറികൾ. പിന്നെ C എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സാണ്. പിന്നെയുള്ള L എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. G എന്ന് പറയുന്നത് ജോൺറയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, സാമുവൽ ജോൺസൺ പറഞ്ഞിട്ടുള്ള ഷേക്സ്പിയറിൻ്റെ പ്രധാനപ്പെട്ട 5 മെറിറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് കോഡുകൾ പറഞ്ഞു. IPC-LG, ഇമിറ്റേഷൻ, പ്ലോട്ട്, ക്യാരക്ടേഴ്സ്, ലാംഗ്വേജ് ആൻഡ് ജോൺറ. അപ്പോൾ നമുക്ക് ഇനി എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ആദ്യമായി കൊണ്ട് ഇമിറ്റേഷൻ ആണ്. ഷേക്സ്പിയർ ഈസ് എക്സലൻറ്റ് ബിക്കോസ് ട്രൂ ഇമിറ്റേഷൻ. ആദ്യമായി കൊണ്ട് സാമുവൽ ജോൺസൺ പറയുന്നത് ഷേക്സ്പിയർ വളരെ എക്സലൻ്റ് ആവാൻ കാരണം ട്രൂ ഇമിറ്റേഷൻ ആണ്. എന്താണ് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഈ ലോകത്തുള്ള ഏത് സംഭവം, നമ്മുടെ പ്രകൃതിയിലുള്ള ഏതൊരു വർണ്ണനയും അതിനെ നേരെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ ട്രൂ ഇമിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സാമുവൽ ജോൺസൺ കൊടുത്ത സബ്ബായിട്ട് പറഞ്ഞ ടോപ്പിക് എന്ന് പറയുന്നത് ഹി റെപ്രസെൻറ്റ്സ് നാച്ചുർ ട്രൂലി എന്നാണ്. പ്രകൃതിയെ അതുപോലെ തന്നെ വർണ്ണിക്കും, ഒപ്പിയെടുക്കാൻ, ഇമിറ്റേറ്റ് ചെയ്യാൻ ഷേക്സ്പിയറിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ അതിലൊരു ആർട്ടിഫിഷ്യാലിറ്റിയും കൊണ്ടുവരാതെ എങ്ങനെയാണോ നാച്ചർ പ്രകൃതിയുള്ളത് അതുപോലെ വർണ്ണിക്കാൻ, അങ്ങനെ കോപ്പി ചെയ്യാൻ, പെർഫെക്റ്റ് ആയിക്കൊണ്ട് കോപ്പി ചെയ്യാൻ ഷേക്സ്പിയറിന് സാധിച്ചിട്ടുണ്ട്. കാരണം ആർട്ടിഫിഷ്യൽ ആയിക്കൊണ്ട് ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ വളരെ ആശ്ചര്യം നമുക്ക് തോന്നിയേക്കാം, പക്ഷേ അത് എപ്പോഴും നിലനിൽക്കില്ല. മറിച്ച് നാച്ചുറാലിറ്റി ഉണ്ടെങ്കിൽ അത് എന്നും നിലനിൽക്കും. അതാണ് ഷേക്സ്പിയർ ഇമിറ്റേഷനിൽ വളരെ ഉഷാറായി എന്ന് സാമുവൽ ജോൺസൺ പറയാനുള്ള കാരണം. മറ്റൊന്ന് പറയുന്നത് ഷേക്സ്പിയറിനെ ലോകമെമ്പാടും ഏത് സമയത്തും ഷേക്സ്പിയർ ഇല്ലാതെ ഒരു ലിറ്ററേച്ചർ ഇല്ല, അത് അദ്ദേഹത്തിൻ്റെ ഇമിറ്റേഷൻ കൊണ്ട് തന്നെയാണ് എന്ന് സാമുവൽ ജോൺസൺ അടിവരയിട്ട് പറയുന്നു. അതുപോലെ തന്നെ ഹിസ് വർക്ക്സ് ആർ ദി റിയൽ റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ്. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ സകല ജീവിതത്തിൻ്റെ പല മേഖലകളും തുറന്നു കാട്ടിക്കുന്ന അതിലേക്കുള്ള റിഫ്ലക്ഷനാണ് ഷേക്സ്പിയറിൻ്റെ എല്ലാവിധ ഡ്രാമകളാണെങ്കിലും മറ്റുള്ള പ്ലേസുകളാണെങ്കിലും പോയമുകളാണെങ്കിലും എല്ലാത്തിനും ഷേക്സ്പിയർ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന സംഭവങ്ങളെല്ലാം അതിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സാമുവൽ ജോൺസൺ പറയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കോഡ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹമാണ് ഈ മോഡേൺ റൈറ്റേഴ്സിനേക്കാളും ആൻഷ്യൻ റൈറ്റേഴ്സിനേക്കാളും എല്ലാവരേക്കാൾ മുകളിൽ ഷേക്സ്പിയർ തന്നെയാണ് എന്നാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇമിറ്റേഷനിൽ ഒരു പോയിൻ്റായി പറയുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കുകളെല്ലാം യൂണിവേഴ്സാലിറ്റി ഉണ്ട്, അഥവാ ഏത് കാലത്തും അത് വളരെയധികം റെലവൻ്റ് ആണ്. ഇന്നത്തെ കാലത്തും നമ്മൾ ഷേക്സ്പിയറെ പഠിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭംഗിയും അദ്ദേഹത്തിൻ്റെ ട്രൂത്തും അതിലുള്ളത് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ ഇമിറ്റേഷനിലെ പോയിന്റുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ പറഞ്ഞ ആ ഒരു ഓർഡർ തന്നെ പഠിക്കാം. IPC. നെക്സ്റ്റ് പ്ലോട്ടാണ്. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറികളാണ്, ഷേക്സ്പിയറുടെ കഥകൾ. ഷേക്സ്പിയറിൻ്റെ ഡ്രാമയാകട്ടെ പോയമാവട്ടെ അതിലുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ സാമുവൽ ജോൺസൺ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കഥകൾ, പ്ലോട്ടുകൾ, സ്റ്റോറികൾ എന്നൊക്കെ പറയുന്നത് പവർഫുള്ളാണ്. അദ്ദേഹത്തിൻ്റെ ഇവൻറ്റുകളെല്ലാം, അദ്ദേഹം ഉൾപ്പെടുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഓഡിയൻസിനെ, റീഡേഴ്സിനെ എല്ലാം അട്രാക്റ്റ് ചെയ്യുന്ന പവർഫുള്ളായിട്ടുള്ള പ്ലോട്ടുകളും സ്റ്റോറികളുമാണ് എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ എല്ലാവിധ തീമുകളും അടങ്ങിയിട്ടുണ്ട് എന്നും പറയുന്നു. ഈ ഒരു വരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരാൻ പോകുന്ന എല്ലാത്തിലും ഈ ഒരു ലൈന് പഠിച്ചു വെച്ചാൽ നന്നാകും. പീപ്പിൾഡ് ബൈ സച്ച് ക്യാരക്ടേഴ്സ് ആർ ആസ് വർ നെവർ സീൻ. നാം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത
ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങളെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൺവേഴ്സിംഗ് ഇൻ എ ലാംഗ്വേജ് വിച്ച് വാസ് നെവർ ഹേർഡ്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഭാഷയിൽ പോലും അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൺ ടോപ്പിക്സ് വിച്ച് വിൽ നെവർ അറൈസ് ഇൻ ദി കോമേഴ്സ് ഓഫ് മാൻകൈൻഡ്, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വരാൻ പറ്റാത്ത അത്രത്തോളം സാഹചര്യങ്ങൾ അഥവാ ഉണ്ടാകാൻ പോകാത്ത സാഹചര്യങ്ങൾ മനുഷ്യകുലത്തിൽ സംഭവിച്ചതെല്ലാം അദ്ദേഹം ഉൾപ്പെടുത്തി. അദ്ദേഹത്തിന് അതുപോലെ തന്നെ മനുഷ്യകുലത്തിൽ സംഭവിക്കാൻ ഒരു അവസരവും ഇല്ലാത്ത രൂപത്തിൽ അഥവാ ഇന്നേ വരെ സംഭവിക്കാത്ത കാര്യങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്ലേസിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കിലും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ലൈന് എല്ലാത്തിനും ഉപകരിക്കും. അഥവാ പ്ലോട്ട് സ്റ്റോറി പറയുമ്പോൾ ഈ ലാസ്റ്റത്തെ ടോപ്പിക് ആയിട്ടുള്ള അപ്പോൺ ടോപ്പിക്സ് വിച്ച് വിൽ നെവർ അറൈസ് ഇൻ ദി കൊമേഴ്സ് ഓഫ് മാൻകൈൻഡ്, മനുഷ്യകുലത്തിൽ ഇന്നേ വരെ സംഭവിക്കാത്ത വിഷയങ്ങളും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിൻ്റെ ടോപ്പിക് വരുമ്പോൾ ക്യാരക്ടേഴ്സ് ആസ് വർ നെവർ സീൻ എന്ന് കൊടുക്കാം. ലാംഗ്വേജിൻ്റെ പാർട്ടിൽ വരുമ്പോൾ ദി ലാംഗ്വേജ് വിച്ച് വാസ് നെവർ ഹേർഡ് എന്ന് കൊടുക്കാം. സാമുവൽ ജോൺസൺ തന്നെ ഇത് ഓരോ ഭാഗത്തും റിപ്പീറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്ലോട്ടും സ്റ്റോറികളുമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഷേക്സ്പിയറിനെ പോലത്തെ മറ്റൊരാളുമില്ല എന്നാണ് സാമുവൽ ജോൺസൺ പറയുന്നത്. ഇമോഷൻസിനെ കുറിച്ച്, പ്രത്യേകിച്ച് ലവിനെ കുറിച്ച് പറയുമ്പോൾ ഷേക്സ്പിയറിനെ കവച്ചു വെക്കാനുള്ള ഒരു ആളെയും താൻ കണ്ടിട്ടില്ല എന്ന രൂപത്തിലാണ് സാമുവൽ ജോൺസൺ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ IPCയിലെ ഐയും പിയും നമ്മൾ പറഞ്ഞു, ഇമിറ്റേഷനും പറഞ്ഞു, അതുപോലെ തന്നെ പ്ലോട്ട് അഥവാ സ്റ്റോറിയും പറഞ്ഞു. നമ്മൾ പറയാൻ പോകുന്നത് C ആണ്, ക്യാരക്ടേഴ്സാണ്. ഷേക്സ്പിയറിൻ്റെ കഥകളിലെയും ഡ്രാമകളിലെയും പ്ലേസിലെയും ക്യാരക്ടേഴ്സിനെ എടുത്ത് നോക്കുമ്പോൾ അവരെല്ലാം യൂണിവേഴ്സാലിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ് ആണ്. അഥവാ നമ്മുടെ മനുഷ്യകുലത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സാമുവൽ ജോൺസൺ പറയുന്നത്. അഥവാ നമ്മുടെ ഏറ്റവും ലോക്കലായിട്ടുള്ള ജനങ്ങളെ തൊട്ടും ഏറ്റവും വലിയ രാജാക്കന്മാർ വരെയുള്ള സോൾജിയേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ കിങ് ആവട്ടെ, മൊണാർക്സ് ആവട്ടെ, അല്ലെങ്കിൽ ചെറിയ ഫൂൾ ആവട്ടെ, നാനാവിധ ക്യാരക്ടേഴ്സിനെയും ഷേക്സ്പിയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സാമുവൽ ജോൺസൺ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലൈന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പീപ്പിൾഡ് ബൈ സച്ച് ക്യാരക്ടേഴ്സ് ആർ വെർ നെവർ സീൻ, നാം ഇന്നേ വരെ കാണാത്ത കഥാപാത്രങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ ഡ്രാമകളിലുണ്ട്. അപ്പോൾ IPC നമ്മൾ കഴിഞ്ഞു. ഇമിറ്റേഷൻ പറഞ്ഞു, പ്ലോട്ട് പറഞ്ഞു, ക്യാരക്ടേഴ്സ് പറഞ്ഞു. ഇനി പറയാനുള്ള ലാംഗ്വേജും അതുപോലെ തന്നെ ജോൺറ അഥവാ LG ആണ് അല്ലേ, LG. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഷേക്സ്പിയറിൻ്റെ ലാംഗ്വേജ് വളരെ അട്രാക്റ്റീവാണ്, വളരെ കോംപ്രഹെൻഡിബിൾ ആണ്. ഇവിടെയും ആ ഒരു ലൈന് കൊണ്ടുവരുന്നുണ്ട്. പീപ്പിൾഡ് ബൈ സച്ച് ആ ഒരു ലൈനിൽ പീപ്പിൾഡ് ബൈ സച്ച് ക്യാരക്ടേഴ്സ് ആസ് വെർ നെവർ സീൻ എന്ന് പറയുന്ന ആ ലൈനിൽ അടുത്തൊരു ഭാഗം പറഞ്ഞിരുന്നു. ഇൻ എ ലാംഗ്വേജ് വിച്ച് വാസ് നെവർ ഹിയർഡ്, ഇന്നേ വരെ കേൾക്കാത്ത ഭാഷയിൽ ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ഡ്രാമകളെല്ലാം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഓരോ ക്യാരക്ടറിനും അവർക്ക് അനുസരിച്ചിട്ടുള്ള ലാംഗ്വേജാണ് ഓരോ ക്യാരക്ടേഴ്സും തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതും ഷേക്സ്പിയറിൻ്റെ ലാംഗ്വേജിൽ അദ്ദേഹം എക്സൽ ആവാനുള്ള കാരണമായിക്കൊണ്ട് സാമുവൽ ജോൺസൺ പറയുന്നു. അദ്ദേഹം പറയുന്ന ഒരു പോയിന്റാണ്, ഈവൻ ദി സ്പിരിറ്റ്സ് ആൻഡ് ഗോസ്റ്റ് സ്പീക്ക് ലൈക്ക് ഹ്യൂമൻ ബീങ്സ് ഇൻ ഹിസ് വർക്ക്സ്. അദ്ദേഹത്തിൻ്റെ വർക്കിൽ മനുഷ്യന്മാരുടെ ക്യാരക്ടേഴ്സിൽ വന്നിട്ട് ഗോസ്റ്റുകളും അഥവാ പ്രേതങ്ങൾ പോലും എന്ത് ചെയ്യുന്നു, മനുഷ്യന്മാർ പോലെ സംസാരിക്കുന്നു. അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഭാഷ സെലക്ട് ചെയ്യുന്നത് വളരെ ഉഷാറാണ് എന്നാണ് സാമുവൽ ജോൺസൺ പറയുന്നത്. ഓക്കെ, ഗോസ്റ്റ് സ്പീക്ക് ലൈക്ക് ഹ്യൂമൻ ബീങ്സ് ഇൻ ഹിസ് വർക്ക്സ്. ഷേക്സ്പിയറിൻ്റെ വർക്കിൽ പ്രേതങ്ങൾ അതുപോലെ തന്നെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം മനുഷ്യന്മാരെ പോലെ സംസാരിക്കുന്നു. ഇപ്പം നമ്മൾ ലാംഗ്വേജും പറഞ്ഞു, ലാസ്റ്റ് ജോൺട്ര എന്ന് പറയുന്ന ലാസ്റ്റ് ഭാഗം കൂടി കഴിഞ്ഞാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷേക്സ്പിയറിൻ്റെ വർക്കെല്ലാം എ മിറേഴ്സ് ഓഫ് ലൈഫാണ്. ഹിസ് വർക്ക്സ് ആർ മിറേഴ്സ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണാടിയാണ് ഷേക്സ്പിയറിൻ്റെ എല്ലാവിധ വർക്കുകളും എന്ന് സാമുവൽ ജോൺസൺ പറയുകയാണ്. അഥവാ നമുക്കറിയാം, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷമല്ല, എപ്പോഴും സങ്കടവുമല്ല, മറിച്ച് സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു മിശ്രിതമാണ്, മിക്സാണ്. അതുകൊണ്ട് തന്നെ ഷേക്സ്പിയറിൻ്റെ ടൈപ്പ് ഓഫ് റൈറ്റിങ്സ് എന്ന് പറഞ്ഞാൽ, ജോൺറ എന്ന് പറഞ്ഞാൽ ട്രാജഡിയും കോമഡിയും ഒരുമിച്ചിട്ടുള്ളതാണ്. അഥവാ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ട്രാജഡിയും മിക്സ് ചെയ്യുന്നുണ്ട്, കോമഡിയും മിക്സ് ചെയ്യുന്നു. അതാണ് ട്രാജി കോമഡി എന്ന് പറയുന്ന ഒരു പുതിയ ഇനം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കൊണ്ടുവന്നത്. നമുക്കറിയാം, ഡ്രൈഡൻ അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷാണ് ഏറ്റവും നല്ല ഡ്രാമ എന്ന് പറയാൻ കാരണം. അപ്പോൾ നമുക്കറിയാം, അദ്ദേഹം ട്രാജഡിയും കോമഡിയും ഹിസ്റ്ററിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഒരിക്കലും അവിടെ നഷ്ടപ്പെടുന്നുമില്ല. അദ്ദേഹം പറയുന്നുണ്ട്, സാമുവൽ ജോൺസൺ പറയാണ്, ഷേക്സ്പിയറുടെ കോമഡി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാവും.
അതാണല്ലോ കോമഡി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതൊരു സീരിയസ് ആയിട്ടുള്ള സംഭവമായിരിക്കും, പക്ഷേ അവിടെ സ്ട്രെസ് ഇല്ല, സ്ട്രെസ്ഫുൾ തോട്ട് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ട്രാജഡി എന്ന് പറയുന്നത്, ട്രാജഡി ആണെങ്കിലോ അതിൻ്റെ അവസാനം ഒരു കലാമിറ്റി ഉണ്ടാവും അല്ലേ, അവസാനം ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ട്രാജഡി, ഒരു ദുരന്തം, ആ ഒരു ക്യാരക്ടേഴ്സിന് വരുന്ന ഒരു ഡൗൺഫാൾ ഉണ്ടാവും അവിടെ, ഹമാശയം ഉണ്ടാവും അവിടെ. അതുപോലെ തന്നെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് അദ്ദേഹം പറയാണ്, ഷേക്സ്പിയറിൻ്റെ ജോണറെ പറ്റി പറയാണ്, ട്രാജഡിയും കോമഡിയും ഹിസ്റ്ററിയും ഉണ്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരു ക്രോണോളജിക്കലായിട്ടുള്ള ഓർഡറുള്ള ഒരു സീക്വൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഹിസ്റ്ററിയിൽ നടക്കുന്ന പല സംഭവങ്ങളും പരസ്പര ബന്ധമില്ലാത്തതാണ്. ഒരു കാര്യം ഉണ്ടായതിനാൽ മറ്റു കാരണമുണ്ടായി നമ്മൾ പറയുന്നുണ്ട് എങ്കിലും ഇവിടെ സാമുവൽ ജോൺസൺ പറഞ്ഞു വെക്കുന്നത് അതെല്ലാം ഓരോ കാലത്തിനനുസരിച്ച് ഓരോ ഓർഡറിലാണ് നടക്കുന്നത് എങ്കിലും അത് സ്വയം ഇൻഡിപെൻഡൻ്റ് ആണ്. അത് മറ്റൊന്നൊരു കൺക്ലൂഷൻ നൽകുന്നുമില്ല. ഹിസ്റ്ററിയിൽ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവ വികാസങ്ങളും ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, അത് ഒന്നിൻ്റെയും കോൺസിക്വൻസ് ആയിട്ടല്ല ഉണ്ടാവുന്നത്, അത് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല എന്നൊക്കെ സാമുവൽ ജോൺസൺ കൂട്ടി വായിക്കുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്ററി ആണെങ്കിലും ട്രാജഡി ആണെങ്കിലും കോമഡി ആണെങ്കിലും മനുഷ്യൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഷേക്സ്പിയർ ജോൺറയിൽ മിക്സായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സാമുവൽ ജോൺസൺ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ട്രാജഡി ഈസ് എ സ്കിൽ ആൻഡ് കോമഡി ഈസ് എ ഇൻസ്റ്റിക്റ്റ്. ഷേക്സ്പിയറിനെ സംബന്ധിച്ചിടത്തോളം ഷേക്സ്പിയറിന് ട്രാജഡി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്കില്ലാണ്. അദ്ദേഹത്തിൻ്റെ സ്കില്ല് കൊണ്ടാണ് അദ്ദേഹം ട്രാജഡി ആയിട്ടുള്ള വർക്കുകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ കോമഡി എന്ന് പറയുന്നത് ഇൻസ്റ്റിക്റ്റ് ആണ്. ഷേക്സ്പിയറിന് കോമഡി രൂപത്തിലുള്ള ഒരു പ്ലേ ഉണ്ടാക്കുന്നത് പറയുന്നത് വളരെയധികം സിമ്പിളാണ്. കാരണം ഷേക്സ്പിയർസ് നാച്ചുറൽ മീഡിയം ഓഫ് എക്സ്പ്രഷൻ ഇസ് കോമഡി. ഇദ്ദേഹം പറയുന്നത് ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഒരു കൊമേഡിയനാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അദ്ദേഹം ഒരു പ്ലാനിങ്ങും ഇല്ലാതെ അദ്ദേഹം എഴുതിയാൽ തന്നെ അത് കോമഡി ആയി തീരുമെന്നാണ്. അദ്ദേഹത്തിന് കൂടുതൽ പണിയെടുക്കണമെങ്കിൽ അത് ട്രാജഡിക്ക് വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഇൻബോൺ ആയിട്ടുള്ള സ്കില്ലാണ് കോമഡി എന്ന് സാമുവൽ ജോൺസൺ പറഞ്ഞു വെക്കുന്നു. Through Shakespeare mixed tragedy and comedy unconventionally, he has never failed to convey his message. അവസാനം സാമുവൽ ജോൺസൺ പറഞ്ഞു വെക്കുന്നത്, ഷേക്സ്പിയർ ഇവിടെ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലും അല്ലെങ്കിൽ ഡ്രാമയിലും പ്ലേസിലും ട്രാജഡിയും കോമഡിയും മിക്സായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ കൂടി അതിൻ്റെ ഒരു മെസ്സേജ് കൈമാറുന്ന വിഷയത്തിൽ ഷേക്സ്പിയറിന് യാതൊരു പരാജയവും സംഭവിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഷേക്സ്പിയർ ആണ് ഏറ്റവും എക്സലൻറ്റ് എന്ന് സാമുവൽ ജോൺസണിൻ്റെ എസ്സി ആയിട്ടുള്ള പ്രിഫേസ് ടു ഷേക്സ്പിയർ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ 5 പ്രധാനപ്പെട്ട പോയിൻ്റാണ് പറഞ്ഞത്. അത് നമ്മൾ കോഡ് ഭാഷയിലാണ് പറഞ്ഞത്. IPC LG ഇമിറ്റേഷൻ ആണ് I എന്ന് ഉദ്ദേശിക്കുന്നത്, P for പ്ലോട്ട് ആൻഡ് സ്റ്റോറീസ്, ആൻഡ് C for characters, L for language, G for genre. Thank you for watching.